പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് നഷ്ടം കുത്തനെ വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി ചാലക്കുടി വാൽപ്പാറ സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചു. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള പെർമിറ്റുള്ള സർവീസാണ് ഇതോടെ നിലയ്ക്കുന്നത്. അവസാന സർവീസ് യാത്രയിൽ ബസ്സുകളിൽ റീത്ത് വെച്ചാണ് ജീവനക്കാരും ഉടമകളും യാത്രയയപ്പ് നൽകിയത്. ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ചീനിക്കാസ് ഗ്രൂപ്പിന്റെ 2 സ്വകാര്യ ബസ്സുകളുടെ സർവീസാണ് ശനിയാഴ്ച മുതൽ അവസാനിപ്പിച്ചത്. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതും സാമ്പത്തിക ബാധ്യത വർദ്ധിച്ചതുമാണ് സർവീസ് നിർത്താൻ കാരണമെന്ന് ബസ് ഉടമകൾ പറയുന്നു. നമുക്കിപ്പോൾ ദൈനംദിന ചെലവുകൾ നോക്കിയിട്ടേ ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണല്ലേ. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർ ഗണ്യമായി കുറവുണ്ട്. അതിൽ സ്ത്രീ യാത്രക്കാർക്ക് നമുക്ക് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി സ്കീമിൽ KSRTC സൗജന്യമാക്കി പിന്നെ നമുക്ക് എല്ലാ സർവീസും ഇടാം. ഈ സർവീസ് മാത്രമല്ല എല്ലാ സർവീസിനും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസിന് കൂടുതൽ ബാധിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ 132 രൂപയാണ് ഒന്ന് ടിക്കറ്റ് ചാർജ്. ഇതിൽ മലക്കപ്പാറ വരെ 120 രൂപയുണ്ട് KSRTC. അപ്പോൾ ഈ KSRTC ഫ്രീ കിട്ടുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് ഫ്രീ യാത്രക്കാർ പിന്നെ അവർക്ക് കൂടെയുള്ള പുരുഷന്മാരും അവർ KSRTC യാത്ര ചെയ്യും. അത് കഴിഞ്ഞിട്ട് മലക്കപ്പാറ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ബസ് വരുമ്പോൾ അതിൽ കയറി വാൽപ്പാറയ്ക്ക് വരും. അപ്പോൾ 20 രൂപ ചിലവുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും പൈസ ഇല്ല അവർ നോക്കുള്ളൂ. അപ്പോൾ പൈസ ലാഭം നോക്കുമ്പോൾ നമുക്ക് സർവീസ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയാണ്. രാവിലെ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്കും ഉച്ചയ്ക്ക് തിരിച്ചുമുള്ള സർവീസും ഉച്ചയ്ക്ക് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ വാൽപ്പാറയിൽ നിന്ന് മടങ്ങുന്ന സർവീസുമാണ് ഇതോടെ അവസാനിപ്പിച്ചത്. ഇതോടെ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും ഇല്ലാതായി. ആദിവാസി മേഖലയിലെ ജനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഏറെ ആശ്രയമായിരുന്ന സർവീസുകളാണ് ഇതോടെ നിലച്ചത്. ഓരോ സർവീസിനും പ്രതിദിനം 6000 രൂപയുടെ നഷ്ടം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ സർവീസ് തുടരാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. സർവീസ് അവസാനിപ്പിച്ചതോടെ 2 ബസ്സുകളിലായി ജോലി ചെയ്തിരുന്ന 10ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകും. കഴിഞ്ഞ 6 വർഷമായി ചീനിക്കാസ് ഗ്രൂപ്പാണ് ഈ സർവീസ് നടത്തിയിരുന്നത്. ഈ റൂട്ടിൽ 62 വർഷമായി നിലനിന്നിരുന്ന സ്വകാര്യ ബസ് പെർമിറ്റിനും ഇതോടെ വിരാമമായി. അവസാന സർവീസ് യാത്രയിൽ ബസ്സുകളിൽ റീത്ത് വെച്ചാണ് ജീവനക്കാരും ഉടമകളും യാത്രയയപ്പ് നൽകിയത്. മീഡിയ ടൈം, ചാലക്കുടി.